ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ്, ഡിഫറെൻറ്റ് ഏരിയാസിൽ വരുന്ന മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻസ്, വട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വൈഡ് സ്കോപ്പാണ്. കാരണം എന്താണ്, മാർക്കറ്റിംഗ് വേൾഡിൽ എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വൈഡ് സ്കോപ്പാണെന്ന് പറയാൻ കാരണം, ഇവിടെ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, രണ്ട് ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. എന്താണ് മാർക്കറ്റിംഗ് ഫങ്ഷൻ? മാർക്കറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ത്രീ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ്: കോൺസെൻട്രേഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഈക്വലൈസേഷൻ ഇൻവോൾവ് സെവറൽ ആക്ടിവിറ്റീസ്. ദീസ് ആക്ടിവിറ്റീസ് ആർ കാൾഡ് മാർക്കറ്റിംഗ് ഫങ്ഷൻ. മാർക്കറ്റിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, ഡിസ്പേർഷൻ, ഈക്വലൈസേഷൻ എന്നീ മൂന്ന് പ്രോസസ്സുകളിൽ നിരവധി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ എല്ലാ ആക്ടിവിറ്റീസുകളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആർ നെസസറി ടു ടേക്ക് ദ ഗുഡ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പ്ലേസ് ഓഫ് കൺസംഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൺസംഷൻ പ്ലേസിലേക്ക് ഗുഡ്സുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗിൻ്റെ ഫങ്ഷൻസ് വളരെ ആവശ്യമാണ്. Then, a marketing function is defined as an act or operations or services by which original producers and the final consumers are linked. ഇവിടെ മാർക്കറ്റിംഗിൻ്റെ ഫങ്ഷന് ഒരു ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഫൈനൽ കൺസ്യൂമേഴ്സും റിലേറ്റ് ചെയ്യുന്ന അഥവാ ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, അതുമല്ലെങ്കിൽ സർവീസസ് എന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിങ്ങിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫങ്ഷൻ ഓഫ് റിസർച്ച്, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, ദെൻ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഫെസിലിറ്റേറ്റീവ് ഫങ്ഷൻ. ഇതിലെ ഓരോ ഫങ്ഷൻസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ഫങ്ഷനാണ് ഫങ്ഷൻ ഓഫ് റിസർച്ച്. എന്താണ് ഫങ്ഷൻ ഓഫ് റിസർച്ച്? ഫങ്ഷൻ ഓഫ് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മാർക്കറ്റിംഗ് റിസർച്ചും, 2 പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റും. എന്താണ് മാർക്കറ്റിംഗ് റിസർച്ച്? മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫോർമേഷൻ to identify the needs and wants of the consumers. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, അവരുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് മാർക്കറ്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും അവ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അഥവാ പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. The product are designed and developed according to the needs and wants of the consumers. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അത് നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച്, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ ആ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ആ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് അതിൻ്റെ പാക്കിങ്, സെല്ലിംഗ് പ്രൈസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് തുടങ്ങിയ വിവിധ വശങ്ങളിൽ നിന്ന് നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുകയും ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ്
അല്ലെങ്കിൽ പ്രൊഡക്ഷനിലൂടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ്, അതുപോലെ തന്നെ അതിൻ്റെ പാക്കിങ്, ഈ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ എല്ലാ വശങ്ങളിൽ നിന്നും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് കാറ്റഗറിയാണ് എക്സ്ചേഞ്ച് ഫങ്ഷൻ. എന്താണ് എക്സ്ചേഞ്ച് ഫങ്ഷൻ? The process of passing goods into consumers' hands is called exchange. ഇവിടെ എക്സ്ചേഞ്ചിങ് പ്രോസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു എക്സ്ചേഞ്ചിങ് പ്രോസസ് ആണ് അല്ലേ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ ഒരു എക്സ്ചേഞ്ചിങ് പ്രോസസ്സ്, അല്ല അവയുടെ ബൈങ് ആൻഡ് സെല്ലിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിങ് പ്രോസസ്സാണ് എന്ത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എക്സ്ചേഞ്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺസ്യൂമറിൻ്റെ അഥവാ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് ഗുഡ്സുകൾ അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ കൈമാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിങ് ഫങ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എക്സ്ചേഞ്ചിങ് ഫങ്ഷൻസിനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ബൈയിങ്, രണ്ടാമത്തെ അസംബ്ലിങ് ആൻഡ് മൂന്നാമത്തെ സെല്ലിങ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബൈയിങ്. എന്താണ് ബൈയിങ് എന്ന് പറഞ്ഞാൽ? എ മാനുഫാക്ചേഴ്സ് ബൈ raw materials, spare parts, machinery, equipments, etc. for carrying out his production process and other related activities. ഇവിടെ ബൈയിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു മാനുഫാക്ചറർ തൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സും മറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസുകളും നടത്തുന്നതിന് റോ മെറ്റീരിയൽസുകൾ, സ്പെയർ പാർട്സ്, മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയവ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അസംബ്ലിങ്. അസംബ്ലിങ് മീൻസ് to purchase necessary components parts and to appropriate them together to make a product. അസംബ്ലിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പണൻസ് പാർട്ടുകൾ അത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക, അതൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് അവ ഒരുമിച്ച് യോജിപ്പിക്കുക എന്നിവയാണ് അസംബ്ലിങ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസംബ്ലിങ് എന്താണ് ഇവിടെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പണൻസ് പാർട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ, ആ ഫാക്ടേഴ്സുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയാം, അതെന്താണ്? പർച്ചേസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഈ പറയുന്ന നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റുകളും ഒരുമിച്ച് കോമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് യോജിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്? അസംബ്ലിങ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒപ്പം ഒരുമിച്ച് നമുക്ക് വെക്കേണ്ട ആ എല്ലാ പ്രോഡക്ട്സുകളും ഒരു പ്രോഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ മാത്രമേ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് അല്ലെ, എന്തൊക്കെ കോമ്പണൻസ് പാർട്സുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടി യോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെല്ലിംഗ്. സെല്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഈസ് ടു സെൽ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് മേക്ക് പ്രോഫിറ്റ്. Selling helps a firm in achieving its objectives by satisfying the needs and wants of consumers. Selling എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുകളുടെയും ബേസിക് ഒബ്ജക്റ്റീവ്, അത് ഗുഡ്സുകളും സർവീസുകളും സെല്ല് ചെയ്യുക, അതുമൂലം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ് ഒരു സെല്ലിംഗ് എന്നതിലൂടെ മെയിനായിട്ട് ലക്ഷ്യമാക്കുന്നത്. ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അത് അക്കോംപ്ലിഷ് ചെയ്തുകൊണ്ട് അവരുടെ ഒബ്ജക്റ്റീവ്സുകൾ കൈവരിക്കുന്നതിന് അഥവാ അവരുടെ ഒബ്ജക്റ്റീവ്സുകൾ അച്ചീവ് ചെയ്യുന്നതിന് സെല്ലിംഗ് എന്നുള്ള ആ ഒരു ടേം വളരെ സഹായിക്കുന്നുണ്ട്. അഥവാ നമ്മൾ മാർക്കറ്റിംഗ് ഫേംസുകളിൽ സെല്ലിംഗ് എന്നൊരു ടേം വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുകളുടെയും അടിസ്ഥാന ലക്ഷ്യം അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സുകളും സർവീസുകളും സെല്ല് ചെയ്യുക, അതിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. അത് മാത്രമല്ല ഇവിടെ പറയുന്നത് എന്താണ്? ഗുഡ്സുകളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റിക്കൊണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ അഥവാ അവരുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് സെല്ലിങ് ഒരു
സ്ഥാപനത്തെ അഥവാ ഒരു മാർക്കറ്റിംഗ് ഫേമിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെല്ലിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ. ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ. ഫിസിക്കൽ സപ്ലൈ എന്നോട് ഉദ്ദേശിക്കുന്നത് these are the functions related with the creation of place and time utilities, physical transfer of goods from the manufacturers for the consumers takes place by means of transportation, storage and packaging. ഈ ഫിസിക്കൽ സപ്ലൈ എന്ന ഫംഗ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാലോ, ടൈം, പ്ലേസ്, യൂട്ടിലിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് മെയിനായിട്ട് ഈ ഫിസിക്കൽ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാനുഫാക്ചേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് ഫിസിക്കൽ ഗുഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഡക്ട്സുകൾ കൈമാറ്റം നടക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, പാക്കേജിങ് എന്നിവ വഴിയാണ് ഫിസിക്കൽ പ്രോഡക്ട്സ് ഒക്കെ കൈമാറ്റം നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെയിനായിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് പാക്കേജിങ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓർ മെറ്റീരിയൽസ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒറിജിൻ, ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒറിജിൻ മുതൽ കൺസംഷൻ വരെ ഗുഡ്സുകളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ അതിൻ്റെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം അഥവാ അതിൻ്റെ ഒറിജിൻ മുതൽ കൺസംഷൻ വരെ ഗുഡ്സുകളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ അവയുടെ ആ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ്, അതിനെയാണ് മെയിനായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ മാനുഫാക്ചേഴ്സ് ടു ബ്രിങ് മെറ്റീരിയൽസ് ടു ഫാക്ടറീസ് ആൻഡ് ടു സെൻഡ് ദ പ്രോഡക്റ്റ് ടു മാർക്കറ്റ്സ്. ഈ പറയുന്ന ഫാക്ടറികളിലേക്ക് മെറ്റീരിയൽസുകൾ കൊണ്ടുവരാനും പ്രോഡക്ട്സുകൾ മാർക്കറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നതിനുമൊക്കെ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻസ് മാനുഫാക്ചേഴ്സിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ബ്രിങ്സ് ടുഗദർ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഹു ആർ ലൊക്കേറ്റഡ് അറ്റ് എ ഡിഫറെൻറ്റ് പ്ലേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ പ്ലേസുകളിൽ അഥവാ വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മാനുഫാക്ചേഴ്സുകളെയും കൺസ്യൂമേഴ്സുകളെയും ഇത് ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പ്ലേസ് യൂട്ടിലിറ്റിയാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒറിജിൻ മുതൽ കൺസംഷൻ വരെയുള്ള ഗുഡ്സുകളുടെയോ വസ്തുക്കളുടെയോ ഫിസിക്കൽ മൂവ്മെൻറ്റ്സിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഫാക്ടറികളിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാനും പ്രോഡക്ട്സുകൾ മാർക്കറ്റിലേക്ക് അയക്കുന്നതിനും വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? വിവിധ പ്ലേസുകളിൽ അഥവാ വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചേഴ്സുകളെയും കൺസ്യൂമേഴ്സുകളെയും ഇവ തമ്മിൽ ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് കൂടിയാണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ മെയിനായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? പ്ലേസ് യൂട്ടിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് സ്റ്റോറേജ്. എന്താണ് സ്റ്റോറേജ്? ഫിസിക്കൽ സപ്ലൈൻ്റെ അണ്ടറിൽ എന്തുകൊണ്ടാണ് സ്റ്റോറേജ് എന്ന ഫംഗ്ഷൻ വരുന്നത്? സ്റ്റോറേജ് മീൻസ് ഹോൾഡിംഗ് ആൻഡ് പ്രിസർവിംഗ് ഗുഡ്സ് ഫ്രം ദ ടൈം ദേ ആർ പ്രൊഡ്യൂസ്ഡ് അണ്ടിൽ ദേ ആർ നീഡഡ് ബൈ കൺസ്യൂമേഴ്സ്. ഇവിടെ സ്റ്റോറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഡക്ട്സുകൾ മുതൽ കൺസ്യൂമേഴ്സുകൾക്ക് ആവശ്യമുള്ളത് വരെ അവ ക്രിയേറ്റ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും എന്നതാണ് ഒരു സ്റ്റോറേജിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സുകളുടെ ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് വരെ അതെന്താണ്? സ്റ്റോർ ചെയ്ത് വെക്കുക, അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. അതാണ് മെയിനായിട്ട് സ്റ്റോറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എനേബിൾസ് ദ ഗുഡ്സ് ടു ബി മെയ്ഡ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ് whenever and wherever they are needed. The storage creates the time utility. ഈ സ്റ്റോറേജിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് അഥവാ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളപ്പോഴെല്ലാം എവിടെയും നമുക്ക് എന്താണ് സാധനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫംഗ്ഷന് കൂടിയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. സ്റ്റോറേജിനെ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ടൈം യൂട്ടിലിറ്റിയാണ്.
നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷന് മെയിനായിട്ട് പ്ലേസ് യൂട്ടിലിറ്റി ആണെങ്കിൽ സ്റ്റോറേജിന് എന്തായിരിക്കും, ടൈം യൂട്ടിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പാക്കേജിങ്. പാക്കേജിങ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ പാക്കേജസ് ഫോർ ദി പ്രോഡക്ട്സ്. പാക്കേജിങ് ഗിവൺ പ്രൊട്ടക്ഷൻ ഫോർ ഗുഡ്സ്. ഓൾസോ ഇറ്റ്സ് അട്രാക്ട് ദി കൺസ്യൂമേഴ്സ് ടു ബൈ ദി പ്രോഡക്റ്റ്. ഇവിടെ പാക്കേജിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പ്രോഡക്ട്സുകൾക്കായിട്ട് പാക്കേജ് ഡിസൈൻ ചെയ്യുന്നതിനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനും സൂചിപ്പിക്കുന്ന ഒന്നാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. പ്രോഡക്ട്സുകൾക്കായിട്ട് അത് ഡിസൈൻ ചെയ്യുന്നതിനും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പാക്കേജിങ് ഗുഡ്സുകൾക്ക് കൂടുതലായിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പ്രോഡക്റ്റ് വാങ്ങാൻ ഇത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനും പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനും കൂടുതലായിട്ടുള്ള അട്രാക്ഷൻസ് ഈ പറയുന്ന പാക്കേജിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പാക്കേജ് ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് അത് അട്രാക്റ്റീവ് ആണെങ്കിൽ അത് കസ്റ്റമേഴ്സിലേക്ക് കൂടുതലായിട്ട് അത് എത്തിക്കാനും നമ്മളെ കൊണ്ട് സഹായിക്കുന്നുണ്ട്, പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫംഗ്ഷനാണ് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഒന്നെന്താണ്? ഫംഗ്ഷൻ ഓഫ് റിസർച്ച്, ഫംഗ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ ആൻഡ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ. ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ ടു എൻഷുർ ദ സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ്. ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷനിൽ മെയിനായിട്ട് എൻഷുർ ചെയ്യുന്നത് എന്താണ്? ഫ്ലോ ഓഫ് ഗുഡ്സ് അഥവാ ഗുഡ്സുകളുടെ ഒരു ഒഴുക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സാധ്യമാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ മെയിനായിട്ട് മാർക്കറ്റിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻസ് ഹെൽപ്സ് ദ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് ബൈയിങ്, സെല്ലിംഗ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഈ പറയുന്ന ഫംഗ്ഷനുകൾക്ക് ആ ഫംഗ്ഷനുകൾ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ബൈയിങ്, അതുപോലെ തന്നെ സെല്ലിങ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ എല്ലാ പ്രൈമറി പ്രവർത്തനങ്ങളെയും ഈ പറയുന്ന ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻസുകൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഈ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ഒന്നാമത്തത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്, രണ്ടാമത്തെ ബ്രാൻഡിംഗ്, പ്രൈസിംഗ്, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ, ഫിനാൻസിങ്, റിസ്ക് ടേക്കിംഗ്, പ്രൊമോഷൻ. ഇതിന് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷനാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? ഇറ്റ് റെഫേഴ്സ് ടു പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് സ്പെസിഫിക്കേഷൻസ്. സ്റ്റാൻഡർഡൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഗ്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിറ്റി, സൈസ്, എക്സെട്ര. ഗ്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വാളിറ്റി, സൈസ് മുതലായവയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളായിട്ട് പ്രോഡക്ട്സുകളെ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ തരംതിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഫീച്ചേഴ്സുകളുടെ അടിസ്ഥാനത്തിൽ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്വാളിറ്റി, ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഒരു പ്രോഡക്റ്റിൻ്റെ വലിപ്പം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളായിട്ട് പ്രോഡക്ട്സുകളെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബ്രാൻഡിംഗ്. A brand is a name, term, sign, symbol, design or some combination of them used to identify the products of one seller and to differentiate them from those of the competitors. ഇവിടെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രാൻഡിങ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? ഏതൊക്കെ? കോൾഗേറ്റ് ഒരു ബ്രാൻഡാണ്, അതുപോലെ തന്നെ ലെക്സ് സോപ്പ്, അങ്ങനെ കുറേ ബ്രാൻഡ്സുകളുണ്ട് നമ്മുടെ ഈ ലൈഫിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സെല്ലറിന് അഥവാ ഒരു സെല്ലറിൻ്റെ പ്രോഡക്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അവയെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് അഥവാ എതിരാളികളിൽ നിന്ന് വേർതിരിച്ച്
അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു സൈന്, അതുമല്ലെങ്കിൽ ഒരു ടേം അല്ലെങ്കിൽ ഒരു നെയിം, ഇവയൊക്കെ ഒരു പ്രോഡക്റ്റുമായിട്ട് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു സെല്ലറിൻ്റെ പ്രോഡക്റ്റുകൾ, ആ പ്രോഡക്റ്റ് തിരിച്ചറിയുന്നതിന് അവയിൽ വരുന്ന കോമ്പറ്റീറ്റേഴ്സുകളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി, അഥവാ അവയിൽ നിന്ന് വരുന്ന എതിരാളികൾ, കോമ്പറ്റീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന എതിരാളികളാണ്, അവയിൽ നിന്ന് ഏറ്റവും വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർതിരിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്ന ഒരു നെയിം അല്ലെങ്കിൽ സിമ്പൽ അല്ലെങ്കിൽ ഒരു ടേം, ഇതിനൊക്കെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബ്രാൻഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഈ പറയുന്ന നൈക്ക് ഷൂ, അതുപോലെ തന്നെ വേറെ ഏതാടാ അഡിഡാസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ബ്രാൻഡിങ് ആണ് അല്ലേ. അതിന് നമുക്ക് സിമ്പിൾ കണ്ടാൽ തന്നെ നമുക്ക് അതിന് മനസ്സിലാവും, അതിൻ്റെ ടേം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഏത് കമ്പനീസിൻ്റെ ആണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. സെല്ലേഴ്സിൽ നിന്ന് ആ പ്രോഡക്റ്റിനെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു, അത് ഒന്നിലെ പേരാവാം, അല്ലെങ്കിൽ സിമ്പിൾ കൊണ്ടാവാം, അതും അല്ലെങ്കിൽ ഡിസൈൻ കൊണ്ടാവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പ്രൈസിങ്. Price of a product refers to the amount of money which customers have to pay to obtain a product. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്നത് ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നതിന് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ. സക്സസ്ഫുൾ മാർക്കറ്റിംഗ് റിക്വയർസ് correct and timely decision. The decisions are taken on the basis of information relating to consumers' wants, their habits, their purchasing power, supply and demand, market trends, pricing policy of competitors. ഇവിടെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിന്, അഥവാ വിജയകരമായിട്ടുള്ളൊരു മാർക്കറ്റിന് ശരിയായതും അതുപോലെ തന്നെ ടൈംലി കറക്റ്റഡുമായിട്ടുള്ള ഡിസിഷൻസുകൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സുകൾ, അഥവാ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഹാബിറ്റ്സ്, അതുപോലെ തന്നെ പർച്ചേസിംഗ് പവർ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ്, മാർക്കറ്റ് ട്രെൻഡ്സ്, പ്രൈസിംഗ് പോളിസീസ്, അതുപോലെ തന്നെ പ്രൈസസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസോഴ്സുകളുടെയും അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസുകളുടെയും അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് നമ്മൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിസിഷൻസ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹാബിറ്റ്സ്, വാണ്ട്സ്, കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ്, ഹാബിറ്റ്സ്, പർച്ചേസിംഗ് പവേഴ്സ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർക്കറ്റിങ്ങിലൂടെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഫിനാൻസിങ്. The use of capital to meet financial requirements of agency dealing with the various activities of marketing. ഫിനാൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് ഏജൻസികളുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യകതകളെ അക്കോംപ്ലിഷ് ചെയ്യുന്നതിന് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൻ്റെ ഉപയോഗത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡിങ് ഫണ്ട് ഫോർ അഡ്വർടൈസിങ് ഏജൻസീസ്. ഈ പറയുന്ന അഡ്വർടൈസിങ് ഏജൻസിക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റി. ഈ പറയുന്ന ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷനിൽ മെയിനായിട്ട് ഫിനാൻസിങ്ങിൻ്റെ ഏരിയയിൽ വരുന്ന എന്താണ്? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് റിസ്ക് ടേക്കിംഗ്. മാർക്കറ്റിംഗ് ഇൻവോൾവ് മെനി റിസ്ക്. മാർക്കറ്റിംഗ് റിസ്ക് മേ ബി ഡിഫൈൻഡ് ആസ് അൺസർട്ടൈനിറ്റി വിത്ത് റിഗാർഡ് ടു കോസ്റ്റ് ഓഫ് ലോസ് or damages. In other words, risk means the possibility of loss due to some unfavorable happening in the future. ഇവിടെ മാർക്കറ്റിങ്ങിൽ നിരവധി റിസ്കുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അഥവാ നിരവധി അപകട സാധ്യതകൾ വരുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിംഗ് റിസ്ക് അത് എന്താണ്? കോസ്റ്റ്, ലോസ് അല്ലെങ്കിൽ ഡാമേജസ് എന്നിവയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അൺസർട്ടൈനിറ്റി, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഡ്യൂ ടു സം അൺഫേവറബിൾ ഹാപ്പനിങ് ഇൻ ദി ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എന്നാൽ നമ്മുടെ ഫ്യൂച്ചറിൽ ചില പ്രതികൂല സംഭവങ്ങൾ അവ കാരണം നമുക്ക് നഷ്ടപ്പെടാനുള്ള ആ ഒരു സാധ്യത, അതിനെയാണ് നമ്മൾ റിസ്ക് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പച്ചക്കറിക്ക് നാളെ എന്താണ് നമ്മൾ തന്നെ എക്സ്പെക്ട് ചെയ്യാതെ അതിൻ്റെ വില കൂടും. അപ്പോൾ എന്താണ്? അതിനനുസരിച്ച് നമുക്ക് റിസ്ക് മാർക്കറ്റിങ്ങിൽ ഫേസ് ചെയ്യേണ്ട ഇത് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഡേ ടു ഡേ ആയിട്ട് ചിലപ്പോൾ എന്താണ് റിസ്ക് ആക്റ്റേജ് ചെയ്യേണ്ടി വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്, റിസ്ക് ടേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഒന്ന് പ്രൊമോഷൻ എന്ന് പറയുകയാണെങ്കിൽ promotion of product and services involve informing the customers about the firm's products, its features, etc. and persuading them to purchase these products. It includes advertising, personal selling, publicity and sales promotion. ഇവിടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്ട്സുകളുടെയും സർവീസുകളുടെയും പ്രൊമോഷനിൽ കമ്പനി പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സുകൾ ഇവയൊക്കെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കൺസ്യൂമേഴ്സുകളിലെ അവർക്ക് വേണ്ടിയിട്ടുള്ള നോളജസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ എന്താണ് ഒരു പ്രൊമോഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷനിൽ വരുന്നതാണ്. ദെൻ ഈ പ്രൊമോഷൻ വഴി പ്രൊമോഷൻ കൂടുതലായിട്ട് മാർക്കറ്റിങ്ങിൽ വേണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? നമ്മൾ അഡ്വർടൈസിങ് കൊടുക്കണം, അതുപോലെ തന്നെ പബ്ലിസിറ്റി കൊടുക്കണം, സെയിൽസ് പ്രൊമോഷൻ കൊടുക്കണം, സെല്ലിങ് കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് എന്താണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ കൂടുതലായിട്ട് നമുക്ക് ഫലപ്രദമാവുകയുള്ളൂ. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്ന മാർക്കറ്റിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫംഗ്ഷനാണ്. ദെൻ അത് മാത്രമല്ല പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ് ഗുഡ്സുകളുടെയും സർവീസുകളുടെയും പ്രൊമോഷനിൽ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ സവിശേഷതയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് ബയേഴ്സിന് അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രൊമോഷൻ്റെ മെയിൻ ആയിട്ടുള്ള മിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിങ്, പബ്ലിസിറ്റി ആൻഡ് സെയിൽസ് പ്രൊമോഷൻസ് ഇവയാണ് മെയിനായിട്ട് പ്രൊമോഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ്, രണ്ടാമത്തെ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി. അതിൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മാർക്കറ്റിംഗ് ഫങ്ഷൻസിൽ 4 കാറ്റഗറി വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, 2 ഫങ്ഷൻ ഓഫ് റിസർച്ച്, 3 ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ എന്നിങ്ങനെ 4 ഫങ്ഷൻസും അതിൻ്റെ കാറ്റഗറീസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്